തൃശ്ശൂരിൽ ഫ്ളാറ്റ് നിർമ്മാണത്തിനിടെ സമീപത്തെ വീടുകൾക്ക് കേടുപാട് സംഭവിച്ചതായി പരാതി. ദേശായി ഹോംസിന്റെ കുര്യച്ചിറയിലെ പുതിയ ടവറിന്റെ നിർമ്മാണത്തിനിടെയാണ് നാട്ടുകാരുടെ ഈ പരാതി. ഒരു ഭാഗം പൂർണ്ണമായി ഇടിഞ്ഞു താഴുന്ന വീട്ടിലെ ആളുകളെ ഫ്ളാറ്റ് അധികൃതർ രഹസ്യമായി മാറ്റിപ്പാർപ്പിച്ചതായും ആരോപണമുണ്ട്. 3 ദിവസങ്ങൾക്ക് മുൻപാണ് സമീപത്തെ വീടിന്റെ ഒരു ഭാഗം പൂർണ്ണമായി ഇടിഞ്ഞു താഴുന്നത്. ഇതിനു മുൻപ് തന്നെ പ്രദേശത്തെ വീടുകൾ വിണ്ടുകീറിയെന്ന പരാതി നാട്ടുകാർ പലതവണ ഉന്നയിച്ചിരുന്നു. സംഭവത്തിൽ BJP അടക്കമുള്ള സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്തെത്തി. ഞങ്ങളുടെ പ്രശ്നം അവിടെ വീട് ഇടിയണത്, അവരവിടെ പണിയണ കാരണം വീട് ഇടിയണത്. ആദ്യം ഓടിന്റെ മതിലായിരുന്നു അവിടെ. ഞങ്ങളുടെ വീടിൻ്റെ സൈഡ് ഇതിവിടെ ഒരു പറമ്പായിരുന്നു. ആ പറമ്പുള്ള സമയത്ത് അവിടെ ഒരു ഓടിൻ്റെ, അപ്പം ഞങ്ങളുടെ അവിടെ റോഡിൻ്റെ ഭാഗം ഉയർന്നു നിൽക്കണേ ഞങ്ങളുടെ അവിടുത്തെ വെള്ളങ്ങളൊക്കെ ആ പഴുത്തേക്കൂടെ അങ്ങോട്ട് താഴത്തേക്ക് പോവായിരുന്നു. ഞങ്ങൾക്ക് അവിടെ വെള്ളത്തിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഇപ്പം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ അവിടെ ഇടിച്ച് താഴ്ത്തിയപ്പോൾ ഇത് പണിയാനായിട്ട് താഴ്ത്തിയപ്പോൾ അവിടെ മുഴുവനും വെള്ളം വിള്ളലും കാര്യങ്ങളൊക്കെ വന്നു. വീടുകൾക്കും ഇതിനൊക്കെ ആയിട്ട് ഒരു വീട് അത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. കുറെ വീണിട്ട് ഓരോ വീടുകൾ വീഴാറായിട്ട് വിള്ളലായിട്ടാണ് നിൽക്കുന്നത്. ദേശായി ഹോംസിന്റെ കുര്യച്ചിറയിലെ പുതിയ ടവറിന്റെ നിർമ്മാണ പ്രവർത്തനം തുടങ്ങിയതു മുതൽ ചെറുതും വലുതുമായ പ്രതിഷേധങ്ങളും പരാതികളും സമീപവാസികൾ ഉന്നയിച്ചിരുന്നു. വീടുകൾക്കുള്ളിൽ പോലും വിള്ളലാണെന്നും എപ്പോൾ വേണമെങ്കിലും തങ്ങളുടെ വീടുകൾ ഇടിഞ്ഞു താഴാൻ സാധ്യതയുണ്ടെന്നും നാട്ടുകാർ പറയുന്നു. ഞങ്ങൾ ഈ ബിൽഡിംഗ് 2021 തുടങ്ങിയപ്പോൾ തന്നെ CC സന്തോഷ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താ വെച്ചാൽ ഇവിടുത്തെ ഓണറായ ആള് മരിച്ചു. ആൾ ഈ ഭൂമി വാങ്ങിച്ച് ഒരു കൊല്ലം ശേഷം ആൾ മരിച്ചു പോയി. അപ്പോൾ ആൾ ഞങ്ങൾക്ക് ഒരു വാഗ്ദാനം നൽകിയിരുന്നു. ഈ ബിൽഡിംഗ് തുടങ്ങാൻ വെച്ചാൽ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും, ഞങ്ങൾക്ക് അസൗകര്യം ഉണ്ടാവും. എന്താ വെച്ചാൽ നമ്മളൊരു പ്രൈവസി നഷ്ടപ്പെടും. അത്രയും അടുത്താണല്ലോ ഒരു ബിൽഡിംഗ് പണിയണേ. അപ്പം ഞങ്ങളൊരു മാറ്റിപ്പാർപ്പിക്കൽ അയാൾ വാഗ്ദാനം ചെയ്തിരുന്നു. അദ്ദേഹം മരിച്ചു പോയി. പിന്നീട് നമുക്ക് ആരും ഇതിനായി സംസാരിക്കാൻ നമ്മുടെ അവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങൾ പിന്നെ ഇത് ബിൽഡിംഗ് പണി തുടങ്ങിയപ്പോൾ ഞങ്ങൾക്ക് പൊടിയുടെ ശല്യങ്ങൾ, അതായത് പിന്നെ കമ്പി സംഭവങ്ങളൊക്കെ നമ്മുടെ വീടുകളിലേക്ക് കൊഴിഞ്ഞു തുടങ്ങി. അപ്പം ഞങ്ങൾ ചെറുതായിട്ട് ഇങ്ങനെ പ്രശ്നങ്ങളിലേക്ക് ഉന്നയിച്ചു തുടങ്ങിയപ്പോൾ ഞങ്ങളുടെ അച്ഛൻ ഇതിന് പിന്നാലെ നടന്നു. എന്താ വെച്ചാൽ ഇവർ ക്ലിയർ ആയിട്ടാണോ ഈ ബിൽഡിംഗ് വെക്കണത്, അതായത് പിന്നെ ഇതിൻ്റെ ഒക്കെ ഇത് പകുതി മുക്കാലും പുറമ്പോക്ക് ഭൂമിയിലാണെന്നാണ് നമ്മൾ അറിഞ്ഞത്. നമ്മുടെ അച്ഛൻ കുറേ രേഖകൾ ഇതിൽ ഇതാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവരോട് അപ്പം തന്നെ പറഞ്ഞു, ഒന്നെങ്കിൽ നിങ്ങൾ ബിൽഡിംഗ് പണി നിർത്ത്, പണിയരുത് എന്നിപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് ഇവിടെ തുറന്നുകൊണ്ടേയിരുന്നു. സമീപത്തെ അംഗൻവാടിയിലെ കിണറിലെ വെള്ളവും മലിനമായെന്ന് അധ്യാപകർ പറയുന്നു. കുട്ടികൾക്ക് പഠിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണെന്നും അധ്യാപകർ പറഞ്ഞു. മണടിച്ചിട്ട് ഉണ്ണികൾക്കൊന്നും അംഗനവാടിയിൽ ഇരിക്കാൻ പറ്റുന്നില്ല, പിന്നെ വെള്ളം ഉപയോഗിക്കാൻ പറ്റുന്നില്ല. ഞങ്ങൾ ഒക്കെ വീട്ടിൽ നിന്ന് ഉണ്ണികൾക്ക് അത് വീട്ടിൽ നിന്ന് കൊണ്ടുവരിക. പിന്നെ ഞങ്ങൾ വല്ല മീറ്റിങ്ങൊക്കെ ഉണ്ട്, കടയിൽ നിന്ന് വെള്ളം മേടിച്ചിട്ടാണ് കൊടുക്കുന്നത്. വെള്ളം തീരെ ഉപയോഗിക്കാൻ പറ്റുന്നില്ല. കഴിഞ്ഞ ദിവസം പരാതി പറയാൻ കോർപ്പറേഷനിലെത്തിയ നാട്ടുകാരെ അധികൃതർ കാണാൻ തയ്യാറായിട്ടില്ലെന്നും പരാതിയുണ്ട്. സ്ഥലത്തെത്തിയ കൗൺസിലർമാർ രേഖകൾ പരിശോധിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അമൃത ന്യൂസ്, തൃശൂർ.